വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പാനിഷ് എഗ് റോളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു ഡിഷാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. ഒരുപാട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിലൊഴിച്ച് മുട്ടയുടെ മഞ്ഞ മാത്രം നന്നായി ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കണം. എഗ്ഗ് നന്നായി വെന്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട്, ഒരു കത്തി ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്യണം. പാനിൽ സ്ക്രാച്ച് വീഴാതെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. നമ്മളിങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങൾ, രണ്ട് സൈഡ് പാർട്ടും എടുത്ത് മാറ്റുക. എന്നിട്ട് അവ കുറച്ച് അകലത്തിലാക്കി വെക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. മുട്ടയുടെ വെള്ള സ്വല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് ഒഴിച്ചത്. അതിനുശേഷം അതിൻ്റെ തന്നെ വെള്ള നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ഫസ്റ്റ് പാർട്ട് വെന്തതിന് ശേഷം നമ്മളത് തിരിച്ച് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളത് വീണ്ടും തിരിച്ച് വെച്ചതിന് ശേഷം അതിന് മുകളിലായി ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ചോപ്പ്ഡ് ഓണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇവ 3 ചെറുതായി ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചത്, പിന്നെ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിന് മുകളിലായിട്ട് വെക്കണം. സ്വല്പം പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ മതിയായിരിക്കും. മയോണൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ അതിന് മുകളിലായിട്ട് ഒഴിക്കുക. എന്നിട്ടിത് ശ്രദ്ധിച്ച് നന്നായിട്ട് റോള് ചെയ്യണം. റോൾ ചെയ്ത് വെച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി നന്നായി വേവുന്നത് വരെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. എഗ്ഗ് വെന്ത സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് സെറ്റ് ചെയ്തത്. ഇപ്പോഴാണ് നമ്മൾ ഈ റോൾ ചെയ്തതിന് ശേഷമാണ് സ്റ്റൗ ഓൺ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്കായിട്ട് തിരിച്ചു കൊടുത്ത് നന്നായിട്ട് വേവുന്നത് വരെ ചെയ്യണം. പിന്നെ ഒരു പ്രത്യേക കാര്യം, സ്പാനിഷ് റോളിലെല്ലാം വെജിറ്റബിൾസ് മൊത്തമായിട്ട് വേവില്ല, ഒരു ഹാഫ് വേവിലായിരിക്കും നമുക്കിതിൽ കിട്ടുന്നുണ്ടാവുക. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഇത്. അതിന് മുകളിലായി ചില്ലി ഫ്ലേക്സ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. മയോണൈസ് ഉണ്ടാക്കുന്നത് നമ്മളിതിന് മുമ്പ് കൊടുത്തിട്ടുള്ള വീഡിയോയിലുണ്ട്, എല്ലാവരും കാണുക. എന്തായാലും എല്ലാവരും വീട്ടിൽ ഈ സ്പാനിഷ് എഗ് റോൾ ട്രൈ ചെയ്യേണ്ടതാണ്.
അത്രയും ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് രുചികരമായൊരു സ്പാനിഷ് എഗ് റോളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.